മൂന്നാഴ്ചയിലോട്ട് കടന്നിട്ടും കേരള ബോക്സ് ഓഫീസ് തകരാതെ മുന്നിട്ട് നിന്ന് ദൃശ്യം 3. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവീന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാവുന്ന ദൃശ്യം 3 എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ 14-ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും 15-ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടൻ മീന ജോഡികളെ കേന്ദ്ര കഥാപാത്രമാക്കി ആദ്യ 2 ഭാഗങ്ങൾ അണിയിച്ചൊരുക്കിയ ജിത്തു ജോസഫ് അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നത് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. മെയ് മാസം 21-ാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രം ആദ്യ 2 ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുകയാണ്. ഇതിനോട് അതിനെ തുടരും അവിടെ മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ കളക്ഷൻ ഭേദിച്ച് മുന്നേറുന്ന ചിത്രത്തിന് 14-ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് 1,15,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് 230 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് 118 കോടി നേടിയപ്പോൾ ഓവർസീസിനായിട്ട് ചിത്രം 111 കോടി 25 ലക്ഷം രൂപയെ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന് ഇന്നും ഏകദേശം പുറത്തു വരുന്ന കളക്ഷൻ പ്രകാരം 1 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വർക്കിംഗ് ഡേയിലും ചിത്രം തളരാതെ മുന്നിട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ വന്ന് ദൃശ്യത്തിന് ചെറിയ തോതിലെങ്കിലും പണി കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടെങ്കിലും ചിത്രം 3-ാം ഭാഗത്തോട്ട് കടന്നിട്ട് ഇതേ കളക്ഷൻ നിലനിർത്തുന്ന ഒരു കാഴ്ച നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നാളെ ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ ഈ ഒരു ചിത്രത്തിന് ദൃശ്യത്തിലേക്ക് ഇനിയും കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ദൃശ്യം 3യുടെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പം ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.